ഇപ്പോൾ ഡൂംസ്ഡേനെ സംബന്ധിച്ചിട്ട് അപ്ഡേറ്റുകളുടെ മഴയാണ്. അതായത് ഓരോരോ അപ്ഡേറ്റ്സ് ലീക്ക് ആവുന്നതിനനുസരിച്ച് അടുത്തടുത്ത പുതിയ അപ്ഡേറ്റ്സും ലീക്സും വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ മാർവൽ നമ്മുടെ ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ മൂവി, ഐ മീൻ ഫുൾ മൂവി തന്നെ ഇപ്പോൾ ടെസ്റ്റ് ഓഡിയൻസിനിട്ട് സ്ക്രീനിങ് തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. അത് നോർമലി നമ്മുടെ മാർവൽ ഇങ്ങനെ ടെസ്റ്റ് സ്ക്രീനിങ് ചെയ്യാറുണ്ടായിരുന്നത് ഓൾറെഡി ഡിസ്നി തന്നെ ഉണ്ടായിട്ടുള്ള എംപ്ലോയീസിനും പിന്നെ അവർ സെലക്റ്റീവ്ലി കുറച്ച് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചില ഇൻസൈഡേഴ്സിനൊക്കെ മാത്രമായിരുന്നു. കാരണം എങ്കിൽ മാത്രമേ സ്റ്റോറി പുറത്തു പോകാതെ അത് അവരുടെ ഉള്ളിൽ തന്നെ എടുക്കുകയുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ ഇവർ കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് ചിലപ്പോൾ മാറ്റണമെങ്കിൽ അവർക്ക് ആ സ്റ്റോറി തന്നെ ചിലപ്പോൾ മാറ്റാൻ തന്നെ തോന്നത്തുള്ളൂ. മാർവൽ പബ്ലിക് ഓഡിയൻസിന് ഇട്ട് കാണിക്കുന്ന പരിപാടി അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിലെങ്ങാണ്ട് നിർത്തിയതാണെന്ന് തോന്നുന്നു. കാരണം അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ലീക്ക് ആവുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നീടൊക്കെ ഐ മീൻ ഡിസ്നിയുടെ ഉള്ളിൽ തന്നെ ഉള്ള ആൾക്കാർക്ക് ഇട്ട് കാണിച്ചിട്ടാണ് ഈ പടങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ കണ്ടിട്ട് കിടിലൻ പടമാണ്, ഓസ്കാർ ലെവൽ പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറക്കിയ ഒരു പടമായിരുന്നു. ഐ മീൻ ടെസ്റ്റ് സ്ക്രീനിനൊക്കെ ഓഡിയൻസിന് ഇട്ടിട്ട് അവർ പറഞ്ഞൊരു പടമായിരുന്നു നമ്മുടെ എറ്റേണൽസ്. ആ പടത്തിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അതുകൊണ്ടൊക്കെ ആയിരിക്കണം നമ്മുടെ മാർവൽ രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ പബ്ലിക് ഓഡിയൻസിന് തന്നെ ഇതിൻ്റെ ടെസ്റ്റ് സ്ക്രീനിങ് ഇട്ട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഒരുപാട് ചിലപ്പോൾ സ്പോയിലേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും കേൾക്കണ്ട, ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒന്നും അറിയാൻ താല്പര്യമില്ല, പടം ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ടോളാം എന്നുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ പടത്തിൽ അവർ ഈ പടത്തിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കുറിച്ചും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ ഡോക്ടർ ഡൂമിനെ കുറിച്ചുള്ള ഒരു ലീഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ ഇവിടെ ഒരു ടീസ് പോലെയൊന്നല്ല, നമ്മുടെ ഡോക്ടർ ഡൂമിനെ തന്നെ ശരിക്കും റിയലായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഈ പടം കണ്ടിട്ട് ആ ടെസ്റ്റ് സ്ക്രീൻ കണ്ടിറങ്ങിയ ഓഡിയൻസ് എന്താണ് ഈ പടത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നോക്കാം. നോർമലി നമ്മുടെ മാർവൽ പബ്ലിക് ഓഡിയൻസിനൊന്നും ടെസ്റ്റ് സ്ക്രീനിങ് ഇട്ട് കാണിക്കാത്തതാണ്. ഇപ്പോൾ എന്തായാലും അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഓഫ് കോഴ്സ് പബ്ലിക് ഓഡിയൻസിന് ടെസ്റ്റ് സ്ക്രീനിങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടുതീ പോലെ അത് പടരാതിരിക്കൂ. അങ്ങനെ അവർ ഈ പടത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഐ മീൻ കണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പേരും പറഞ്ഞിരിക്കുന്നത് പടം വലിയ കുഴപ്പമൊന്നുമില്ല, ആവറേജ് ആണെന്നാണ്. അതിലും കുറച്ച് പേര് മാത്രമാണ് എൻ്റെ മോനെ ഇതാടാ മാർവൽ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെയും കുറച്ച് പേര് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞടാ മാർവൽ കഴിഞ്ഞ് ഇതുവരെയുള്ള എല്ലാ പടങ്ങളും പോലെ തന്നെ ഒരു പടം വേസ്റ്റ് ഓഫ് ടൈം എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാവരുടെയും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അത് നമുക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. പക്ഷെ എന്നാൽ ഈ ബാഡ് റിവ്യൂസ് കേൾക്കുമ്പോഴാണ് ഒരു പക്ഷേ ഈ പടം എങ്ങനെ അങ്ങനെ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നത്. കാരണം ഈ ഒരു മൊത്തം പടത്തിൻ്റെ ഹൈപ്പ് ക്യാരി ചെയ്യുന്നത് ഡൂംസ്ഡേയിലേക്കാണ്. കാരണം ഡൂംസ്ഡേക്ക് നമുക്കൊരു ഹൈപ്പ് ബിൽഡ് ചെയ്യേണ്ടത് തന്നെ ശരിക്കും ഈ പടമാണ്. കാരണം ഇതിന് ശേഷം വരാൻ വേണ്ടി പോകുന്നത് തന്നെ ഡൂംസ്ഡേ ആണ്. സോ നോക്കാം, എന്തായാലും നമ്മൾ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായമൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാമല്ലോ. പക്ഷെ അതിലെല്ലാവരും മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മുടെ തണ്ടർ ബോൾട്സ് പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും അതിൽ മെയിനായിട്ട് എല്ലാവരും എടുത്ത് പറഞ്ഞിരിക്കുന്ന അഫ്കോഴ്സ് അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ആ മാർവൽ യൂണിവേഴ്സിലേക്ക് എൻ്റർ ആവുന്ന പോലെ ആയിരിക്കും ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിട്ടുണ്ടാവുക. അതേപോലെയാണ് ഇപ്പോൾ ഈ പടത്തിനെക്കുറിച്ച് ഫാന്റാസ്റ്റിക് ഫോർ പടത്തിനെക്കുറിച്ചും പറയുന്നത്. കാരണം ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ഡൂമിനെയാണ്. തണ്ടർ ബോൾട്സിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സിന് എങ്ങനെയാണോ നമ്മുടെ റൂസോ ബ്രദേഴ്സ് തന്നെ ഷൂട്ട് ചെയ്തത് അതേപോലെ തന്നെ ആയിരിക്കണം ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സിനും. ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സിനും നമ്മുടെ റൂസോ ബ്രദേഴ്സ് തന്നെ ആയിരിക്കണം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ പോസ്റ്റ് ക്രെഡിറ്റ്സിന് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിനൊക്കെ ഐ മീൻ ആ ഫൈറ്റിനൊക്കത്തിന് ശേഷം നമ്മുടെ റീഡ് സൂസൻ്റെ തല ജസ്റ്റ് ഒന്ന് തടവുകയാണ്. അങ്ങനെ സൂസൻ സ്റ്റോം ആ ടൈമിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ആ ബുക്ക് ബോറടിച്ചെന്ന് പറഞ്ഞാൽ അടുത്ത ബുക്ക് എടുക്കാൻ വേണ്ടി പോയിരിക്കും. അങ്ങനെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒരു ടെലിപ്പോർട്ടേഷൻ ഓണാവുന്ന സൗണ്ട് കേൾക്കുകയാണ്. അതേ ടൈം ക്യാമറ നമ്മുടെ സൂസൻ സ്റ്റോമിനെ കടന്ന് അവിടെയുള്ള ഒരു തൊട്ടിൽ ആടിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടേക്ക് പോവാണ് ക്യാമറ. ഓഫ് കോഴ്സ് ആ തൊട്ടിൽ ആടിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ റീഡ് റിച്ചർഡ്സിൻ്റെയും സൂസൻ സ്റ്റോമിൻ്റെയും മകനാണ് ഫ്രാങ്കിൾ റിച്ചർഡ്സ്. പുള്ളി ഐ മീൻ ആ കൊച്ചായിട്ട് തന്നെ ഈ പടത്തിലുണ്ടെന്ന് ഓൾറെഡി ഫംഗോ പോപ്സ് മുതലും പിന്നെ ഈ പടത്തിൻ്റെ ട്രെയിലറിൽ തന്നെ സൂസൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ സൂസൻ തിരിച്ചു വന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ അണ്ടടിച്ച് കിളി പോയി നിൽക്കുകയാണ്. കാരണം ആ ടൈമിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടുത്തുണ്ടായിരുന്നത് വേറെ ആര്, നമ്മുടെ ഡോക്ടർ ഡൂമാണ്. പുള്ളിയുടെ ഫേസ് കാണിക്കുന്നില്ല, പക്ഷെ പുള്ളിയുടെ ഫുൾ ബോഡി തന്നെ വിസിബിളാണ്. പുള്ളി എന്തോ ഒരു സിൽവർ കളർ ക്ലോക്കാണ് ഇട്ടിരിക്കുന്നത്. ഒരു കയ്യിൽ പുള്ളിയുടെ മാസ്കും മറ്റേ കയ്യിൽ നമ്മുടെ ഫ്രാങ്കിൾ റിച്ചർഡ്സിനും തൂക്കി വെച്ചിരിക്കുകയാണ് ഡൂം. അപ്പോൾ തന്നെ അവിടെ കട്ട് ചെയ്തിട്ട് ഫാന്റാസ്റ്റിക് ഫോർ വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ ടെസ്റ്റ് ഓഡിയൻസ് ഒക്കെ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ പബ്ലിക്കിനെ ഇട്ട് പടം കാണിച്ചാൽ തന്നെ നിങ്ങളൊക്കെ കാട്ടുതീ പോലെ പടരും. അങ്ങനെ അവർ ഇട്ട് കാണിച്ചിരിക്കുന്നത് ഒരാൾ ഒരു ഫേമസ് ഇൻസൈഡറാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ് ആയിട്ട് സ്പ്രെഡ് ആവാൻ തന്നെ കാരണം. ഒരു പക്ഷേ മാർവൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് സ്ക്രീനും വെക്കാൻ തന്നെ കാരണം ഓഡിയൻസിൻ്റെ റിയാക്ഷൻ അറിയാനായിരിക്കും. കാരണം തണ്ടർ ബോൾട്സ് പടം ക്രിട്ടിക്കലി സക്സസ് ആയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് ഇവർ അതിൻ്റെ ബ്രേക്ക് വൺ പോലും താണ്ടിയിട്ടില്ല. പക്ഷെ അതൊക്കെ എന്തെങ്കിലും കോപ്പ് അതൊക്കെ എവിടെയെങ്കിലും ഇരിക്കട്ടെ. പക്ഷെ മെയിനായിട്ടുള്ള സംഭവം ഡോക്ടർ ഡൂമിനെ കാണിച്ചിരിക്കുകയാണ്.
ഇപ്പോൾ പണ്ട് എങ്ങനെയാണ് നമ്മുടെ ഇൻഫിനിറ്റി സാഗയിൽ ഓരോ പടത്തിൻ്റെ എൻഡിലും നമ്മുടെ താനോസിന് ഒരു ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുവന്നത്, അതേപോലെ തന്നെയാണ് ഇപ്പോൾ പടങ്ങളിലൊക്കെ നമ്മുടെ ഡോക്ടർ ഡൂമിന് ഒരു ബിൽഡപ്പായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കുറച്ച് ലീക്സാണ്. അതായത് സ്പൈഡർമാൻ ബ്രാൻഡിയുടെ തന്നെ ഇപ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് മുന്നാണ് വരാൻ വേണ്ടി പോകുന്നത്. സോ അതിലും നമ്മുടെ ഡോക്ടർ ഡൂമിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോപ്പർ ലീഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലെങ്കിലും. പക്ഷേ എന്നാൽ ഈ പടത്തിൻ്റെ ഓഡിയൻസ് ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക, ഓഫ് കോഴ്സ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ എൻഡിൽ നമ്മുടെ ഗാലാക്ടസ് ചിലപ്പോൾ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സ് എർത്തോ നശിച്ചതിന് ശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ എർത്ത് 616 വന്നതായിരിക്കും. പക്ഷേ ഇതിൽ അവരങ്ങനെ വരുന്ന പോലെ ഒന്നും കാണിച്ചിട്ടില്ല. അവരുടെ യൂണിവേഴ്സിൽ തന്നെ ഉള്ള പോലെയാണ് കാണിക്കുന്നത്. പിന്നെ എങ്ങനെ അവരവിടെ എൻ്ററായെന്ന് ആക്ച്വലി ആ സംഭവം നടക്കാൻ വേണ്ടി പോകുന്നത് തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലാണ്. കാരണം ആ സംഭവം എന്തോ ആവട്ടെ, അവരെന്തിനാണ് അവരുടെ യൂണിവേഴ്സ് വിട്ടിട്ട് വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ അവരുടെ യൂണിവേഴ്സ് വിട്ട് അവർ വരാൻ പോകുന്നതാണ്. അതായത് ഡോക്ടർ ഡൂം ഏത് യൂണിവേഴ്സിലുള്ളതാണെന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിലുള്ള ഒരാളാണ് ഡോക്ടർ ഡൂം എന്നാണെന്ന്. പക്ഷേ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ ഒരു പോർട്ടൽ യൂസ് ചെയ്തിട്ടാണ് ഡോക്ടർ ഡൂം അങ്ങോട്ട് വരുന്നവരെ കാണിക്കുന്നത്. ഇനി അടുത്ത കാര്യമാണ് എങ്ങനെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ഈ മൾട്ടിവേഴ്സൽ ട്രാവൽ കണ്ടുപിടിച്ചെന്ന്. ആക്ച്വലി ഈ പടത്തിൻ്റെ എൻഡിൽ അവർ മൾട്ടിവേഴ്സൽ ട്രാവൽ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ നമ്മുടെ എർത്ത് 616 വരാത്തതും. ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെന്നായിരിക്കും നമ്മുടെ റീഡ് റിച്ചർഡ്സിന് അങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നതും. അങ്ങനെ പുള്ളിനെ തടുക്കാനൊക്കെ വേണ്ടിയിട്ടും ബാക്കിയുള്ളവരെയൊക്കെ ഐ മീൻ ബാക്കിയുള്ള യൂണിവേഴ്സുകളെയൊക്കെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടെക്നോളജി വെച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ റീഡ് റിച്ചർഡ്സ് നമ്മുടെ എർത്ത് 616 വരുന്നതും എല്ലാവരും വാൺ ചെയ്യാൻ വേണ്ടി വരുന്നതും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ. ഇനി ഒരു നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറേ അല്ല, ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളത് ഡോക്ടർ ഡൂം ആയിരിക്കാമെന്ന്. കാരണം നോർമലി എല്ലാവരും തന്നെ വിചാരിച്ചിട്ടുണ്ടാവുക ആ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഷിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ആയിരിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു ട്വിസ്റ്റിന് ചിലപ്പോൾ ആ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഷിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ മുഖമുള്ള ഡോക്ടർ ഡൂം ഇറങ്ങി വന്നാൽ എങ്ങനെയായിരിക്കും? ഓഫ് കോഴ്സ് ചിലപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സൊക്കെ ടോണി സ്റ്റാർക്കിനെ പോലെ ഒരുത്തനായിരിക്കും മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. പിന്നെ ആയിരിക്കും പുള്ളിയുടെ തനിക്കോണം കാണിക്കുന്നത് തന്നെ. എല്ലാവരും വിചാരിച്ചിരുന്നത് ഐ മീൻ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോക്ടർ ഡൂമിൻ്റെ മുഖം കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഇതിലെവിടെയും മുഖം കാണിച്ചിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ ഡൂമിൻ്റെ മുഖം എന്തുകൊണ്ടാണ് ടോണി സ്റ്റാർക്കിനെ പോലെ ഉള്ളതെന്ന് ഒരു സ്പെസിഫിക് ആയിട്ട് റീസൺ പറഞ്ഞേ പറ്റുള്ളൂ. ആ റീസൺ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ജസ്റ്റിഫൈയിങ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടായിരിക്കണം ഇതുവരെയും ഡോക്ടർ ഡൂമിൻ്റെ മുഖം കാണിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് ഒന്നും നമുക്ക് തരാത്തത്. കാരണം ഓൾറെഡി നമ്മുടെ റൂസോ ബ്രദേഴ്സ് തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഡയറക്റ്റ്ലി അല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ഡെത്തും ഡൂമിൻ്റെ റൈസുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന്. സോ ആ ഒരു സീക്വൻസ് ചിലപ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് വേണ്ടിയിട്ട് അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. സോ അത് ഈ ആവശ്യമില്ലാതെ ഈ ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിൽ കാണിച്ച് ആ ഒരു സർപ്രൈസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ചിലപ്പോൾ അവർ ഈ മുഖം കാണിക്കാതെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ഇതിൻ്റെ ഗ്രാഫിക്സും ഐ മീൻ CGI ഒന്നും നല്ലതല്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് മാർവൽ ചെയ്തിരിക്കുന്നത് തന്നെ ടെസ്റ്റ് സ്ക്രീനിങ് ചെയ്തിട്ട് ഓഡിയൻസിൻ്റെ ഒക്കെ റിയാക്ഷൻസ് ഒക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ടോട്ടലി കംപ്ലീറ്റ് ആയിട്ടുള്ള മൂവി ആയിരിക്കില്ല അവർ കണ്ടിട്ടുള്ളത്. CGI വർക്കൊക്കെ ഇനിയും പെൻഡിങ് ഉള്ള പടമായിരിക്കും ചിലപ്പോൾ. ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കാരണം യൂണിവേഴ്സിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും റീക്രിയേറ്റ് ചെയ്യാനും മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരാൾ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, ഗലാക്ടസ് ആണ് എല്ലാവരും ഹെറാൾഡാക്കി വെക്കുന്നത്. ആ ഗലാക്ടസിനെ തന്നെ ഹെറാൾഡാക്കി മാറ്റാൻ മാത്രം പവർഫുള്ളാണ് ഈ കുരുട്ട്. സോ അവനെ വെച്ചിട്ട് ഈ ഡോക്ടർ ഡൂമിന് മൾട്ടിവേഴ്സിനെയോ അല്ലെങ്കിൽ മൾട്ടിവേഴ്സിനെ കോൺകർ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ പവർ സോഴ്സ് അവനിന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഡോക്ടർ ഡൂമി ഇപ്പോൾ ആ ഫ്രാങ്ക്ലിനെ തപ്പി വന്നിരിക്കുന്നത് തന്നെ. കാരണം ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് ഈ പടത്തിൽ ഉണ്ടെന്ന് കൺഫേം ആയപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്, ഈ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനും നമ്മുടെ ഡോക്ടർ ഡൂമിനും എന്തെങ്കിലുമൊക്കെ ബന്ധം വരും. കാരണം മൾട്ടിവേഴ്സുമായിട്ട് ഈ ചെറുക്കിന് എന്തോ ഒരു വലിയ ബന്ധമുണ്ടെന്ന്. കാരണം നമ്മുടെ സീക്രട്ട് വാർ കോമിക് എക്സ്പ്ലനേഷൻ കണ്ടവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ചെറുക്കനൊക്കെ ചേർന്നിട്ടാണ് മൊത്തം യൂണിവേഴ്സ് തന്നെ ഐ മീൻ മൾട്ടിവേഴ്സ് തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നത്. സോ പുള്ളി വരുന്നതിന് തെറ്റൊന്നുമില്ല. ഐ മീൻ ആ പവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. സോ ചിലപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റി ഐ മീൻ തോനോസിന് എങ്ങനെയാണ് ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉണ്ടായതുപോലെ അതുപോലെ ആയിരിക്കണം നമ്മുടെ ഡോക്ടർ ഡൂമിന് ഇപ്പോൾ ഈ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് എന്ന് പറഞ്ഞ ചേർക്കേ. സോ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.